ഭയന്നുപോയ ഓമന അയാൾ ചോദിക്കുന്ന പണം നൽകിക്കൊണ്ടിരുന്നു. അവനിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഒരിക്കൽ ആമിന ബിന്തി അറബ്ദുല്ല എന്ന വ്യാജ പേരിൽ അവർ ഒരു കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുകയും ആരും അറിയാതെ മലേഷ്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ വെച്ചും മുരളീധരൻ ഓമനയെ പിന്തുടരുകയും ശല്യം ചെയ്യുകയും ചെയ്തു. തന്റെ കുടുംബജീവിതം തകരുമെന്ന ഭയവും മുരളീധരന്റെ ഒരിക്കലും അവസാനിക്കാത്ത പണത്തോടുള്ള ആർത്തിയും ബ്ലാക്ക് മെയിലിംഗും ഓമനയെ മാനസികമായി തളർത്തി. ഉറക്കമില്ലാത്ത രാത്രികൾക്കൊടുവിൽ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട ആ ഡോക്ടറുടെ തലയിൽ പൈശാചികമായ ഒരു ചിന്ത ജനിച്ചു. മുരളീധരനെ ഇല്ലാതാക്കുകയല്ലാതെ തന്റെ മുന്നിൽ വേറെ യാതൊരു മാർഗവുമില്ലെന്ന് അവർ ഉറപ്പിച്ചു. ഒരാളെ കൊന്നാൽ അത് എങ്ങനെ പിടിക്കപ്പെടാതിരിക്കാമെന്ന് ഒരു ഡോക്ടറായ അവർക്ക് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ 1996 ജൂലൈ മാസം 6-ാം തീയതി ഓമന തന്റെ ആ വലിയ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഡൽഹിയിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടെന്ന് സ്വന്തം സഹോദരനോട് കള്ളം പറഞ്ഞ് അവർ വീട്ടിൽ നിന്നിറങ്ങി. എന്നാൽ ഡൽഹിക്ക് പകരം അവർ നേരെ പോയത് തമിഴ്നാട്ടിലെ ഊട്ടിയിലേക്കായിരുന്നു. ഊട്ടിയിലെത്തിയ ഓമന ഫോൺ വിളിച്ച് മുരളീധരനെയും അവിടേക്ക് വിളിച്ചു വരുത്തി. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ലോഡ്ജിൽ ഹേമ എന്ന വ്യാജ പേരിൽ അവരൊരു മുറിയെടുത്തു.